എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി MS ആണ്. ഇന്ന് എന്നോടൊപ്പം പ്രഗത്ഭനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ് ഉള്ളത്. ഞാൻ ആദ്യം തന്നെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻരാജ് സർ. സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ വളരെ പ്രശസ്തമായ അല്ലെങ്കിൽ പേര് കേട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും അത്രയും പ്രത്യേകതയുള്ളൊരു കേസൊക്കെ വരുവാണെങ്കിൽ ഒരു പക്ഷേ നമ്മളുടെ പോലീസ് തേടിയെത്തുക ഇദ്ദേഹത്തിനെ ആയിരിക്കാം, മോഹൻരാജ് സാറിനെ ആയിരിക്കാം. അങ്ങനെ പറയുകയാണെങ്കിൽ എല്ലാവരും ചോദിക്കും ഏതൊക്കെ കേസ്, ഇഷ്ടം പോലെ കേസ്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ശ്രോതാക്കളെല്ലാം കേട്ടിട്ടുള്ള വളരെ ബഹുമാനം തോന്നുന്ന വ്യക്തിത്വം. ഞാൻ എടുത്തു പറയാം, നമ്മുടെ ഉത്തര കൊല കേസ്, അതുപോലെ വിസ്മയ കേസ്, ഇനി എന്തിന് നമ്മുടെ ആലുവ കേസിൽ നമ്മളെല്ലാം ആഗ്രഹിച്ച അത്തരത്തിലൊരു വധശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ അഡ്വക്കേറ്റ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മോഹൻരാജ് സാർ. സർ, അപ്പോൾ ആലുവ കേസിൽ തന്നെ തുടങ്ങാം അല്ലേ? നമ്മളുടെ മനുഷ്യനായിട്ടുള്ള എല്ലാവരും ആഗ്രഹിച്ച ഒരു ശിക്ഷയായിരുന്നു. അതും ഒരു ശിശുദിനത്തിൽ തേടി വന്നപ്പോൾ ആലുവയിലെ ആ കുഞ്ഞിന് വേണ്ടി നീതി കിട്ടി എന്ന് എല്ലാവരും പറഞ്ഞ ഒരു പക്ഷെ ആഘോഷമാക്കിയ ഒരു ശിക്ഷാവിധിയായിരുന്നു. എങ്ങനെയായിരുന്നു സർ അതിൻ്റെ ആ ഒരു കടമ്പകളൊക്കെ? ആ കേസ് ഒരുപക്ഷെ ഈ പറയുന്ന പോലെ മുഴുവൻ ജനങ്ങളും അവരുടെ ഒരു സ്വന്തം വീട്ടിലെ കുട്ടിക്ക് ഒരു അപകടം പറ്റിയാൽ എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ പ്രതികരിച്ച ഒരു കേസായിരുന്നു. കാരണം സത്യത്തിൽ ആ കേസിൻ്റെ വിധി വന്നപ്പോൾ ആലുവ മാർക്കറ്റിൽ മധുരപലഹാര വിതരണവും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചത് നമ്മൾ ഒരു കുഞ്ഞിനെ ക്രൂരമായ കൊലപാതകം നടത്തിയ ഒരു കേസിന്റെ വിധി വന്നപ്പോൾ ജനങ്ങൾക്ക് അതൊരു സന്തോഷമായി മാറുന്നത് അതൊരു ആശ്വാസത്തിൽ നിന്ന് ജനിക്കുന്ന ഒരു സന്തോഷമായിട്ടാണ് തോന്നിയത്. അപ്പം എനിക്കതിലൊരു പ്രധാനമായി തോന്നിയ ഒരു കാര്യം, അപ്പോൾ കടമ്പ എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ മകളെ സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ പോലെ കാണാൻ നമുക്ക് ഏവർക്കും കഴിഞ്ഞു എന്നുള്ളത് മനുഷ്യത്വത്തിന്റെ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു എലിമെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അത് തന്നെയാണ് ആ കേസിന്റെ പ്രത്യേകത. കാരണം ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ അവരെല്ലാവരും പറയുന്ന ഇതേ വാക്ക് തന്നെയാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് വധശിക്ഷയാണ്, അത് തന്നെ ലഭിച്ചത് കൊണ്ടുള്ള സന്തോഷം, അപ്പോൾ അവരുടെ ഒരു ആശ്വാസം, ആഹ്ലാദം, ഇതെല്ലാം കാണാൻ കഴിയുന്നു. പല കേസിലും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഒരു വധശിക്ഷ, അതിൽ കുറഞ്ഞൊന്നും ഒരു പക്ഷേ നമ്മളൊന്നും ആഗ്രഹിക്കാത്ത പല കേസുകളും ഉണ്ട്. പക്ഷേ സാറിന്റെ ഈ ഒരു സേവനത്തിൽ അല്ലെങ്കിൽ ഈ ഒരു അഡ്വക്കേറ്റ് എന്ന ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ ഇത്രയും നാൾ ചെയ്ത കേസുകളിൽ ആദ്യമായിട്ടാണ് ഒരു വധശിക്ഷയിലേക്ക് എത്തുന്നത്. വധശിക്ഷ ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത് അതിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ കേസിൽ വധശിക്ഷ എന്ന് പറയുന്നത് ചങ്കുറപ്പോടുകൂടി ചോദിക്കാമായിരുന്നു. ബാക്കിയുള്ള കേസുകളിൽ നമുക്ക് അങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം ബാക്കിയുള്ള കേസുകളിലെല്ലാം ക്രൂരതയുടെ എലിമെന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ പബ്ലിക് അറ്റൻഷൻ ഉണ്ട്, അതിനത് ചെയ്ത കുറ്റകൃത്യങ്ങൾ വളരെ കഠിനമാണ്, നൂതനമായ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്തതെങ്കിൽ പോലും ആ പ്രതിക്ക് സമൂഹത്തിനൊരു ത്രട്ടല്ല. അപ്പം അയാൾ ആ ഒരു പ്രത്യേക കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയോടുള്ള ഒരു വിധം കൊണ്ടോ ഒരു സങ്കുചിതമായ ഒരു ചിന്ത കൊണ്ടോ ഒക്കെ ചെയ്തു പോകുന്നു. ഇതങ്ങനല്ല. ഈ കേസിൽ വധശിക്ഷ ഞാൻ അത്രയും കഠിനമായി ചോദിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇതിന് തൊട്ടു മുമ്പ് ഡൽഹിയിൽ ഇയാൾ ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ കൊച്ചിനെ ഇത് ചെയ്തു. അപ്പം അതിനേക്കാളൊക്കെ ഉപരി സാധാരണ കേസുകളില്ലാത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കേസിൽ ഈ കുറ്റകൃത്യം നടന്നതിന് ശേഷമുള്ള അയാളുടെ പ്രതികരണവും അയാളുടെ സ്വഭാവവും അയാൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്നും നമുക്ക് CCTV വിഷ്വൽസ് കാണാൻ പറ്റി. അപ്പോൾ കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ മാലിന്യ കുമ്പാരത്തിലേക്ക് പോയ അയാൾ തിരികെ ഒന്നും സംഭവിക്കാത്തതുപോലെ തിരികെ വരികയും കൈ ഏതാണ്ട് 5-6 മിനിറ്റ് എടുത്ത് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഒന്നും സംഭവിക്കാത്ത പോലെ പോവുകയും ചെയ്തു. അപ്പം ഇത് ഇയാളുടെ ഒരു മാനസികാവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ കോടതിയിൽ വാദിച്ച ഒരു പ്രധാന കാരണം, ഇയാളെ ഇപ്പോൾ ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷം പുറത്തിറക്കി വിടുകയാണെങ്കിൽ, ഇപ്പം സ്വാഭാവികമായ സാധ്യതയുണ്ട്, അങ്ങനെ വിടുകയാണെങ്കിൽ ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത 20 വർഷത്തിന് ശേഷം ജനിക്കാൻ സാധ്യതയുള്ള ഒരു കൊച്ചിന്റെ ഒരു ത്രട്ടിലേക്കാണ് നമ്മൾ അതിനെ നയിക്കുന്നത്. അപ്പം അത് ഇയാൾ സമൂഹത്തിന് ഒരു ത്രട്ട് തന്നെയാണ്. ഈ വിധി വന്നതിന് ശേഷം ഇയാളുടെ പ്രായം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാളുടെ ആധാർ കാർഡ് എടുത്തപ്പോൾ ഇയാൾ ആന്ധ്രാപ്രദേശിലായിരുന്നു ആധാർ കാർഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആന്ധ്രാപ്രദേശ് പോലീസ് ഇപ്പോൾ അവിടെ നടന്ന ഇതുപോലെ സമാനമായ ഒരു കുറ്റകൃത്യത്തിൽ ഇയാൾക്ക് പങ്കുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അപ്പോൾ അതിൽ ഗൗരവം കൂട്ടുന്നു. അപ്പം ഈ കേസിൽ വധശിക്ഷ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, അയാൾക്ക് ഒരു കുറ്റബോധവുമില്ലാത്ത കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി
അതിനുശേഷം കൊലപ്പെടുത്തുക എന്നുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 90-ന് ശേഷമുള്ള ഒരു വധശിക്ഷ 90 കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരു റിപ്പർ ചന്ദ്രനാന്ന് തോന്നുന്നു അല്ലെ, വധശിക്ഷയുടെ അവസാനമായിട്ട്. അതിനുശേഷം ഇപ്പോഴാണ് കേരളത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ നിർഭയ കേസിലെ പ്രതികളെ അത് വളരെ എനിക്ക് തോന്നുന്നു അതും ഒരുപാട് വധശിക്ഷ വളരെ അപൂർവമായിട്ടാണ്. വധശിക്ഷ അപൂർവങ്ങളായിട്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അതിന് കാരണം 20 വർഷങ്ങൾ ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് ഒരു 10-20 വർഷത്തോളം എടുക്കും ഇവിടുത്തെ അപ്പീൽ കഴിഞ്ഞ് സുപ്രീം കോടതി അപ്പീലൊക്കെ കഴിഞ്ഞു വരാൻ. അപ്പോഴേക്കും ഈ മനുഷ്യനുണ്ടാകാവുന്ന ഒരു മാനസാന്തരമുണ്ട്. ആ മാനസാന്തരം കൂടെ കോടതികൾ പരിഗണിക്കാറുണ്ട്. പക്ഷെ അത്തരം എല്ലാ കേസുകളിലും ഈ മാനസാന്തരത്തിനുള്ള സാധ്യത ഇയാൾക്കുണ്ടോ എന്നുള്ളത് കൂടി കോടതികൾ നോക്കുന്നുണ്ട്. ഇപ്പൊ അവസാനമായി ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്തിരിക്കുന്ന കേസുകളിലും അത് ഡെത്ത് പെനാൽറ്റി കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും അതിനെ നിയമത്തിന്റെ ഒരു ദൗർബല്യമായിട്ടാണ് കരുതുന്നത്. പക്ഷെ അതിന് എൻ്റെ കാഴ്ചപ്പാടിൽ അതിൻ്റെ ശക്തി കൂടിയുണ്ട്. കാരണം എത്ര ഹീനമായ കുറ്റകൃത്യം ചെയ്ത ഒരാളാണെങ്കിൽ പോലും അയാളെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ നിയമ സംവിധാനവും സമൂഹവും പരിഗണിക്കുന്നു. അയാൾക്ക് മാനസാന്തരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജീവിക്കാൻ ഒരു അവസരം കൊടുക്കുന്നു എന്നുള്ള ഒരു തിയറിയിലാണ് അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് എല്ലാ കേസുകളിലും സാധ്യമല്ല. ഇപ്പൊ പ്രത്യേകിച്ച് ഇത്തരം കേസുകൾ കുഞ്ഞുങ്ങളോടുള്ള അതിക്രമവും കൊലപാതകവും ആ കേസുകളിൽ അയാൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പലപ്പോഴും നമ്മളുടെ സമൂഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് ഈ കുറ്റങ്ങൾ പെരുകുന്നത്? നിയമം ശക്തമല്ലാത്തതുകൊണ്ടാണോ? കൊടുക്കുന്ന ശിക്ഷ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ചില അറേബ്യൻ രാജ്യങ്ങളിൽ വിചാരണ പോലും ഇല്ലാതെ തലവെട്ടുക, കാൽവെട്ടുക നീ ശിക്ഷാവിധികളുണ്ട്. പക്ഷെ അവിടെ ഇപ്പോഴും കുറ്റകൃത്യങ്ങൾ നടക്കുന്നില്ലേ? ഇപ്പോഴും ശിക്ഷാവിധികൾ നടക്കുന്നില്ലേ? അപ്പം ശിക്ഷയുടെ കാഠിന്യം കൊണ്ട് ഒരിക്കലും ഒരു കുറ്റകൃത്യം ഇല്ലാതാവുന്നില്ല. കുറ്റകൃത്യം ചെയ്യുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം പിന്നെ ചില ആളുകൾക്ക് നമ്മളിപ്പോൾ അതൊരു മാനസികാവസ്ഥ, മനോരോഗമെന്നോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ വിളിക്കാവുന്ന ഒരു മാനസികാവസ്ഥ. ഇപ്പൊ കുഞ്ഞുങ്ങളോട്, നമുക്ക് വാത്സല്യം തോന്നുന്ന കുഞ്ഞുങ്ങളോട് ലൈംഗികാസക്തി തോന്നുന്ന ഒരാളുടെ മാനസികാവസ്ഥ ഒരു സാധാരണ മനുഷ്യന്റെ മാനസികാവസ്ഥയല്ല. അപ്പൊ അയാൾക്ക് നിയമ സംവിധാനത്തിനേക്കാളും ശിക്ഷാവിധികളെക്കാളും ഒക്കെ അപ്പുറത്ത് അയാളുടെ അർജം എന്ന് പറയുന്നത് ഇത്തരം ഒരു കാര്യത്തിലോട്ടായിരിക്കും. അപ്പൊ അയാൾ ആ സമയത്ത് ശിക്ഷയെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഓർക്കാൻ ഇത് ചെയ്യാറില്ല എന്നുള്ളതാണ്. നമ്മളെ നാട്ടില് നമ്മളെ ജനങ്ങൾ പലപ്പോഴും പല നിയമങ്ങളും അത്രത്തോളം ബോധവാന്മാരല്ല എന്ന് തോന്നാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അത്ര സുപരിചിതമല്ലാത്ത കുറെ വകുപ്പുകളുണ്ടോ? അല്ല, അത് അങ്ങനില്ല. കാരണം വകുപ്പുകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ കേരളത്തിലെ മനുഷ്യർക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. കേരളത്തിന് പുറത്ത് പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ അത് ബോധ്യമില്ലാത്ത കാര്യങ്ങളുമുണ്ട്. ഈ നിയമങ്ങളുടെ അഭാവം കൊണ്ടല്ല കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മളൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നിയമവും ഇല്ലാതെ അന്തസ്സായിട്ട് ജീവിക്കേണ്ട ആളുകളാണ്. ഇപ്പൊ നിയമം ഉണ്ടാക്കേണ്ടി വരുന്നത് തന്നെ ഈ കുറ്റകരമായ മനസ്ഥിതി കൂടുന്നതാണ്. ഇപ്പൊ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം കൂടുന്നത് കൊണ്ടാണ് പോക്സോ ആക്ട് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇല്ലാത്തൊരു സമൂഹത്തിൽ ഇത്തിരി നിയമത്തിന്റെ അതിന് ആവശ്യമില്ല. അങ്ങനെ ഒരു കേസ് ഇപ്പം എനിക്കൊന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടി കൂടുതൽ ബാധിച്ചിരിക്കുന്നു അല്ലെ, വിജയം കൈവരിച്ചിരിക്കുന്നു. ഉത്തര കേസ്, വിസ്മയ കേസൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഈ ആലുവ കേസ് ആദ്യം കയ്യിലേക്ക് വന്നപ്പോ തോന്നിയത് എന്താണ്? അത് കയ്യിലേക്ക് വന്നതല്ല. അപ്പോ ഞാനും എന്റെ മകളും കൂടെ ഇരുന്നിട്ടാണ് വാർത്ത കാണുന്നത്. വാർത്ത കാണുമ്പോൾ മകൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അച്ഛൻ നടത്തേണ്ടി വരും എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു നിയോഗം പോലെ ഈ കാര്യം എറണാകുളത്തായതുകൊണ്ട് എനിക്ക് പോകുന്നതിനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വേണ്ട എന്ന് വിചാരിച്ചിരുന്നെങ്കിലും ആ വിഷ്വലില് TV വിഷ്വൽ അവർ കൊണ്ട് കാണിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥർ. അപ്പം ഈ കുട്ടി വളരെ കളിച്ചും ചിരിച്ചും വളരെ ഇന്നസെന്റ് ആയിട്ട് ഈ പ്രതിയോടെ കൂടെ നടന്നു പോകുന്ന ഒരു. അപ്പൊ അത് എന്നെ ഇന്നും വേദനിപ്പിക്കുന്ന ഒരു സീന. ക്രൂരമായ, ഇപ്പൊ കൊച്ചിനെ അതിക്രൂരമായ ബലാത്സംഗം ചെയ്ത് വിറ്റിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ എന്നെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് വേദനിപ്പിക്കുന്നത് ആ കൊച്ചയാളോടും വിശ്വാസം. അപ്പം ആ ഒരു കുഞ്ഞിന്റെ വിശ്വാസത്തിനെയാണ് അയാൾ യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയത്. ആ ഒരു കാഴ്ച എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ, അപ്പോൾ അത് ഞാനൊരു സൂപ്പർമാൻ എന്നോ അങ്ങനെ എന്നുള്ളതല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു വിശ്വാസം തോന്നുകയും അപ്പോൾ അത് പാലിക്കേണ്ടത് എൻ്റെ ഒരു കടമയാണ് എന്ന് എനിക്ക് തോന്നി. ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക്
വ്യക്തിയാണെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ജോലിയാണെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ അത് ഏറ്റെടുക്കുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ, അതായത് പ്രധാനപ്പെട്ട കേസുകൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കല്ലുവാതുക്കൽ കേസില് സാറിന്റെ ഒരു തുടക്കം തന്നെ അതിലായിരുന്നു. കല്ലുവാതുക്കൽ കേസിൽ വി സുഗതൻ എന്ന് പറയുന്ന ഇവിടുത്തെ ഏറ്റവും പ്രമുഖനായ അഭിഭാഷകനുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ അഡീഷണൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ പ്രോസിക്യൂഷൻ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നെ ഒരു ചെയിൻ ഓഫ് കേസുകളായിരുന്നു. അതിൽ ഇപ്പോൾ ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ തിരിഞ്ഞാല് നോക്കുമ്പോഴത്തേക്ക് സ്ത്രീകളുമായി ബന്ധപ്പെട്ട കേസുകൾ ഞാൻ ഒട്ടനവധി നടത്തിയിരിക്കുന്നു. ഒരുപാട് കേസ് നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളി സൃഷ്ടിച്ചത് തീർച്ചയായിട്ടും ഉത്തര കേസാണ്. കേസ് അപൂർവങ്ങൾ അപൂർവം. ഇനി ഒരു പക്ഷേ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത്രയും ഒരു വെല്ലുവിളി നേരിട്ടതോ അല്ലെങ്കിൽ ആസ്വദിക്കുന്നതോ ആയ ഒരു കേസ് വരികയില്ല. അതിൻ്റെ കാരണം നമുക്ക് ഒരു മൃഗത്തെ ഉപയോഗിച്ചൊരു കൊലപാതകം എന്ന് പറയുന്നത് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്. ഇപ്പോൾ വെട്രോലീഗൽ സയൻസ് എന്ന് പറഞ്ഞത് മൃഗങ്ങൾ കടിച്ചാൽ ഉണ്ടാകുന്നത്, അതായത് ആക്സിഡന്റിലാണ്. ഇപ്പോൾ ഒരു മൃഗം കടിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ധാരാളം ലിറ്ററേച്ചറുണ്ട്. പക്ഷെ ഒരു മൃഗത്തിനെ കൊലപാതകത്തിന് ഉപയോഗിച്ചാൽ എങ്ങനെയാകും എന്നുള്ളതിന് ലിറ്ററേച്ചർ ഇല്ല. അപ്പോൾ ആ ലിറ്ററേച്ചർ തുടങ്ങുന്നത് ഈ കേസിൽ നിന്നാണ്. അപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഈ പാമ്പുകളുടെ സ്വഭാവം, രീതി, ഫാങ് വിഡ്ത്ത്, അതെങ്ങനെയാണ് കടിക്കുന്നത്, എങ്ങനെ മനുഷ്യനെ കടിക്കും കടിക്കാതിരിക്കും എന്നുള്ള കാര്യങ്ങൾ വളരെ അക്കാഡമിക്കായിട്ട് ഇൻക്വിസിറ്റീവായിട്ട് ഞാൻ മാത്രമല്ല പ്രതിഭാവും വക്കീലും കോടതിയും ജഡ്ജി ഉൾപ്പെടെയുള്ള ആളുകൾ മുഴുവൻ അത് വളരെ കൂലങ്കഷമായി പഠിക്കുകയുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത, ഇപ്പൊ ഒരു ഹെർപ്പറ്റോളജിസ്റ്റ് മവീഷ് എന്ന് പറഞ്ഞൊരു ഹെർപ്പറ്റോളജിസ്റ്റ് സർപ്പശാസ്ത്രജ്ഞൻ, അൻവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോറസ്റ്റ് ഓഫീസർ, അപ്പൊ അദ്ദേഹം കാട്ടിൽ മാത്രം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. കിഷോർ എന്ന് പറഞ്ഞിട്ടൊരു വെറ്ററിനറി സർജൻ, ഡോക്ടർ വത്സര രാകേഷ് എന്ന് പറഞ്ഞ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ആളുകൾ, ഇതിനെല്ലാം ഉപരി വാവ സുരേഷ്. അപ്പോൾ വാവ സുരേഷിനെ ഈ കേസിൽ സാക്ഷിയാക്കുമ്പോൾ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ എന്തുകൊണ്ട് വാവ സുരേഷിനെ സാക്ഷിയാക്കുന്നു? ശാസ്ത്രീയമായ കാര്യങ്ങൾ മാത്രമേ കോടതിയിലേക്ക് കഴിക്കും, എന്തുകൊണ്ട് ഒരു റസ്റ്റിക് സ്നേക്ക് ഹാൻഡ്ലർ? പക്ഷേ ഞാനതിനകത്ത് പറഞ്ഞത് അയാളെ 350 തവണ കോബ്ര കടിച്ചിട്ടുണ്ട്, 250 തവണ അണലിയും കടിച്ചിട്ടുണ്ട്. അപ്പം അത്രയും തവണ കടി കിട്ടിയ ഒരാളുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന് അപ്പുറത്തോട്ടൊരു ശാസ്ത്രമില്ല. കാര്യം നമുക്ക് വേണ്ടിയിരുന്നത് മറ്റൊന്നുമല്ല, അയാളുടെ എക്സ്പീരിയൻസ് മാത്രമാണ്. കോടതിയിൽ അയാൾ പറഞ്ഞതും അയാളുടെ എക്സ്പീരിയൻസ് ആണ്. ഇപ്പം അണലി കടിച്ചാൽ ഉണ്ടാകുന്ന വേദന, മൂർഖം കടിച്ചാൽ ഉണ്ടാകുന്ന വേദന, മൂർഖം കടിക്കുമോ, വെറുതെ കടിക്കും, ഇത്തരം ശാസ്ത്രീയമായ കാര്യങ്ങൾ, ഇതിനെല്ലാം ശാസ്ത്രീയമായിട്ടുള്ള നമ്മൾ കാര്യങ്ങൾ കണ്ടെത്തി. ആ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് വ്യക്തിപരമായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള മൊഴിയാണ് ബാബ സുരേഷ് നൽകിയത്. അപ്പം ഒരുപാട് കേസുകളുണ്ട് സാറിന്റെ. ശരിക്കും പറഞ്ഞാൽ ഓർത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ബിജു രാധാകൃഷ്ണന്റെ കേസ് അല്ലെ, അതിൽ കുട്ടികളായിരുന്നു സാക്ഷികളായിരുന്നു. ശരിക്കും ഇത്തരത്തിലുള്ള നിമിഷങ്ങളെ എങ്ങനെയാണ് നേരിടുന്നത് സർ? അല്ല, അതൊരു ഒരു ഒരു ത്രില്ലോ, ഒരു യുദ്ധം പോലെയാണ്. നമ്മൾ എടുക്കുന്ന ഒരു കോസ് വിജയിക്കുക എന്ന് പറയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ശ്രമം, അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഒരു വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ്. പക്ഷെ ഓരോ കേസിൻ്റെയും ഒരു വെല്ലുവിളികളുണ്ട്. അപ്പം ചില കേസുകളുടെ വീക്ക്നെസ് ആയിരിക്കും നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ഉദാഹരണമായിട്ട് കോവളത്തെ വിദേശ വനിതയുടെ കേസ്. അപ്പോൾ വിദേശ വനിതയുടെ കേസിൽ തലയില്ല ആ ബോഡിയിൽ. അപ്പോൾ തലയില്ലാതെ അഴുകിയ ഒരു ശരീരം കൊലപാതകമാണെന്ന് എങ്ങനെ തെളിയിക്കും? ഇതാണ് പ്രശ്നം. അപ്പോൾ അവിടെ പഠനം നടത്തുമ്പോൾ നമ്മൾ ആഴത്തി പഠനം ഡോക്ടറുമായിട്ടും സംസാരിക്കുമ്പോൾ അത് നമുക്ക് ഒരു ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പം എന്ന് പറയുന്ന പോലെ ഈ തല താഴെ വീഴുമ്പം ഈ ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞിട്ട് ഒരു ബോണുണ്ട്. ആ ബോണും ക്രിക്കോയിഡ് ബോണും ഈ രണ്ട് ബോണും ഇൻടാക്റ്റ് ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. തല വിഹഡഡ് ആണ്, തലയോട്ട് താഴെ വീണു. പക്ഷെ കഴുത്ത്, കശേരുവിൻ്റെ തൊട്ട് താഴെ ഈ രണ്ട് ബോണിൽ അത് ത്രൂ ആൻഡ് ത്രൂ, അതായത് മുഴുവൻ കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ആത്മഹത്യയിലോ ഒരു സാധാരണ മരണത്തിലോ സംഭവിക്കത്തില്ല. മഗ്ഗിങ് എന്ന് പറയും. ഉദാഹരണമായിട്ട് കഴുത്തിന് മേൽ കൈ വെച്ചോ കാല് വെച്ചോ മറ്റെന്തെങ്കിലും ഒരു ഉപകരണം വെച്ചോ ഭയങ്കര ബലപ്രയോഗം നടത്തിയാൽ മാത്രമേ ഈ ബോണുകൾ ത്രൂ ആൻഡ് ത്രൂ പൊട്ടുകയുള്ളൂ. അപ്പം അതിൽ നിന്നാണ് ഇത് കൊലപാതകമാണ് എന്ന് തെളിയിക്കാനാവുന്നത്. അപ്പം തലയില്ലാത്ത ഒരു മൃതദേഹം കൊലപാതകമാണ് എന്ന് തെളിയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം അത്തരം വെല്ലുവിളികൾ, ആ വെല്ലുവിളികൾ നമുക്ക് നേരിട്ട് അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതൊരു വിദേശ വനിതയുമായിരുന്നു അല്ലെ? അത് സാറിനെ സംബന്ധിച്ചൊരു പ്രത്യേകത തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു വിദേശ വനിതയ്ക്ക് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ആ വാദം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഇൽസെ എന്ന് പറഞ്ഞിട്ട് അവരുടെ സിസ്റ്ററും അച്ഛനും അവരുടെ അഭിഭാഷകനും ഒക്കെ ഓൺലൈനിൽ കയറിയിട്ട് നമ്മുടെ വാദം കേൾക്കുന്നുണ്ട്. കേട്ടിട്ട്
അവർക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥയോടും പോലീസിനോടും നിയമ സംവിധാനത്തോടും ഒക്കെയുള്ള ഒരു ആദരവ് അവർ പ്രകടിപ്പിച്ചു ഇതിന് ശേഷം. അത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ഒരു അംഗീകാരമാണ്. അംഗീകാരം ഇൻ ദ സെൻസ്, എനിക്ക് വ്യക്തിപരമായിട്ടല്ല, നമ്മുടെ നിയമവ്യവസ്ഥയുടെ ശക്തി മറ്റൊരു രാജ്യത്തിന്റെ അഭിഭാഷകർ പോലും അംഗീകരിക്കുന്ന ഒരു നിലപാട്. സാർ എന്തിലാണ് പലപ്പോഴും ഒരു കേസ് വരുമ്പോൾ വിശ്വസിക്കുന്ന? തെളിവിലാണോ അതോ മറ്റു എന്തെങ്കിലും ഒരു ദൈവവിശ്വാസമാണോ? ഇതിന്റെ എല്ലാം കൂടെ ഒരു കോമ്പിനേഷനാണ്. കാര്യം എല്ലാ കേസിനും ആ കേസിൻ്റെതായിട്ടുള്ള ഒരു നിയോഗമുണ്ട്. ഇപ്പം ഒരു കേസ് വെറുതെ വിടുന്നതും ശിക്ഷിക്കുന്നതും ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ട്. അത് മൾട്ടിപ്പിൾ കാര്യങ്ങളാണ്. ഇപ്പോൾ ഒരു സാക്ഷിക്ക് പറയാൻ തോന്നുക, ഒരു ജഡ്ജിന് എൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണ്. ഇപ്പോൾ പല കേസുകളും നമ്മളിപ്പോൾ വെറുതെ വിടുന്നതായിട്ടുള്ള കേസുകൾ കാണുമ്പോൾ അത് ഉണ്ടാവുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പം തെളിവ് ഏറ്റവും പ്രധാനപ്പെട്ടമായ ഒരു സംഗതി തന്നെയാണ്. പക്ഷെ ഇതിനൊക്കെ അപ്പുറത്ത് ഒരു നിയോഗം ഉണ്ട്. ഒരു ദൈവികമായ എന്തോ ഒരു കാര്യം എവിടെയോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കേസുകൾ വാദിച്ചു, വിജയിച്ചു. ഓരോ കേസ് ചെയ്യുമ്പോൾ ആലോചിക്കാറില്ലേ, ഇനിയൊരു കേസ് ഇങ്ങനെ ഒന്ന് തേടി വരരുത്, ഉണ്ടാകരുത്, ഒരു മാറ്റം സമൂഹത്തിനുണ്ട്. ഇപ്പൊ പലപ്പോഴും നമുക്ക് ഇപ്പോൾ ഉത്തര കേസാണ്, സമാനമാണ് വിസ്മയ കേസ്, സ്ത്രീധനമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കേസുകൾ പിന്നെയും വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് കേസുകൾ വർദ്ധിക്കരുത് എന്ന് തന്നെയാണ് ഒരു വ്യക്തി എന്നുള്ളതല്ല. കാരണം നമ്മളിപ്പോൾ അതിനകത്ത് സിമ്പതി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്, എമ്പതി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. സിമ്പതി എന്ന് പറയുന്നത് നമുക്ക് പൊതുവായി തോന്നുന്നത്, എമ്പതി എന്ന് പറയുമ്പോൾ അവരുടെ വിക്ടിമിന്റെ ഷൂയിലേക്ക് നമ്മൾ കയറി നിന്ന് ആലോചിക്കും. അപ്പം പലപ്പോഴും അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ വിസ്മയ കേസ് അത്തരത്തിൽ എന്നെ വേദനിപ്പിച്ച, ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കുക. കാര്യം ബാക്കിയുള്ള കൊലപാതകങ്ങൾക്കെല്ലാം ചിലപ്പോൾ ഒരു സ്പെർ ഓഫ് എ മൊമെന്റ് സംഭവിക്കുന്നതോ അല്ലെങ്കിൽ പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചെയ്യുന്നത്. പക്ഷെ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ചെയ്യുക എന്ന് പറയുന്നതിനകത്ത് അത് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം വിദ്യാഭ്യാസമുള്ള ഇത്രയും കാലം പുരോഗമിച്ചിട്ടും സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് ഒരു പെൺകുട്ടിയെ നിലത്തിട്ട് മുഖത്ത് ഷൂസ് ഇട്ട് ചവിട്ടുന്നു എന്ന് പറയുമ്പോൾ എന്തോ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പറ്റില്ല. എപ്പോഴെങ്കിലും ഒക്കെ ഒരു നിമിഷം ഒരു അച്ഛനായി ചിന്തിക്കാറുണ്ട്. ഒരു നിമിഷമല്ല, പലപ്പോഴും. കാര്യം ആ കേസ് വാദം പറയുമ്പോൾ പല സമയത്തും നമ്മൾ അറിയാതെ ഒരു അച്ഛനായി പോകും. അപ്പം വാദത്തിന്റെ ആ ഒരു നിലനിൽക്കുകയും ചെയ്യും. എന്നാലും ഇതിനൊരു മാറ്റം എന്താണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത്, ഇത്തരത്തിലുള്ള സ്ത്രീധന പീഡനങ്ങൾ? അത് ഇപ്പോ ലക്ഷ്മി ഇത് ചോദിച്ചു. അപ്പം സ്ത്രീധനം എന്ന് പറയുന്ന സാധനം മനസ്സുകൊണ്ടോ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അംഗീകരിച്ച ഒരു സമൂഹമാണ് നമ്മുടേത്. കാരണം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഒരു കല്യാണത്തിന് പോകും, പെൺകുട്ടിക്ക് സ്ത്രീധനമായി കൊടുക്കാൻ ഒരു കാർ അലങ്കരിച്ചിട്ടിരിക്കുന്നു. അതിനെ കടന്നാണ് നമ്മളെല്ലാവരും കല്യാണ ഹാളിലേക്ക് കയറുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് അതിനകത്തൊരു മോശം തോന്നാത്തത്? പെൺകുട്ടിയെ സ്വർണ്ണാഭരണത്തിൽ പൊതിഞ്ഞ് അവിടെ നിർത്തിയിരിക്കുന്നു. എന്തിനാണ് ഇത്രയും സ്വർണം എന്ന് തോന്നാത്തത്? അപ്പം ഇത് മൊത്തത്തിൽ ഇപ്പം പ്രതികളെ മാത്രം ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല, വിക്ടിംസും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മളെല്ലാവരും ഇതിൽ ഈക്വലി കുറ്റക്കാരാണ്. കാര്യം വിസ്മയ കേസ് കഴിഞ്ഞപ്പോൾ ആ ഒരു കുറച്ചു കാലത്തേക്ക് ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി. പിന്നെ കാരണം അത് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചിന്തിക്കണം. നമ്മളെ ഇപ്പോൾ സ്ത്രീധനം കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അതിനെ സമൂഹം കാണുന്നത് അവനൊന്നും കൊടുക്കാതെ പിന്നെ മോളെ കല്യാണം കഴിപ്പിക്കാൻ നടക്കുകയാണ് എന്ന രീതിയിലാണ് ഇപ്പോഴും കാണുന്നത്. നമ്മൾ ഇന്ന് സ്ത്രീകളാണെങ്കിലും ഇപ്പൊ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ ചില നിയമങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമല്ലോ. എന്താണ് അതിൽ ഏറ്റവും പ്രധാനമായി? അത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, നിയമങ്ങളെ കുറിച്ച് അറിയാതിരിക്കുക എന്നുള്ളതാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, നിയമങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പോൾ ഒരിക്കലും അതൊരു സിനിമയെ കാണുന്ന പോലെ ഒരു സ്വർഗതുല്യമായ ജീവിതമാണ് എന്നുള്ളൊരു ധാരണയിൽ ആരും അതിലേക്ക്, ഇതൊരു സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഒരു സോഷ്യൽ നെസസിറ്റിയാണ്, അതിന് വേണ്ടിയിട്ടുള്ളൊരു ഘടകമാണ്. അപ്പം പലപ്പോഴും ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇപ്പം നിയമം അറിയണം എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവായിട്ട് പറയുന്നതായിട്ട് പലർക്കും തോന്നാം. പക്ഷെ അത് അങ്ങനല്ല. എന്താ കാര്യം വെച്ചാൽ, നിയമം അറിഞ്ഞ ചില ആളുകളുടെ ഇപ്പം ഫാമിലി കോടതിയിലെ കേസുകൾ നടത്തുമ്പോൾ ചില മാതാപിതാക്കൾ മകളെ കല്യാണം കഴിച്ചു വിടുമ്പോഴേ 498 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. നിന്റെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും പറയുവാണെങ്കിൽ അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിക്കണം, ഇതിൽ വിളിക്കണം, അമ്മയെ വിളിക്കണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു വിടും. അപ്പോൾ അവരിത് ചെയ്യുമ്പോൾ ഈ ഫാമിലി ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇപ്പം ആദ്യഘട്ടത്തിൽ സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുന്ന ഒരു ഭർത്താവ് ചിലപ്പോൾ ഒരു 5 വർഷത്തിന് ശേഷം അങ്ങനെ ആയിരിക്കില്ല. കാരണം ഈ ഭാര്യയ്ക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ സ്വത്തും വിറ്റിട്ട് അയാൾ
ചികിത്സിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതിനൊരു നമ്മളിപ്പോൾ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് ഇതിനെ കോമ്പാക്ട് ചെയ്യേണ്ട രീതി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യനും ഓരോ ഇൻഡിവിജ്വൽ ലൈഫാണ്, അത് ടൈലർ മെയ്ഡാണ്. ഒരിക്കലും നമുക്ക് ഇപ്പം നിയമം പഠിപ്പിക്കുന്നതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു സംഭവമായിരിക്കും. ആ ചെറിയൊരു സംഭവത്തിന് നമ്മൾ ഉടനെ പോലീസ് വിളിച്ച് പറഞ്ഞ് പോലീസ് വന്നിട്ട് ഭർത്താവിൻ്റെ അമ്മയെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു മാനസിക അകലമുണ്ട്. അതൊരിക്കലും പിന്നെ നേരിടാൻ പറ്റില്ല. അപ്പം ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് കാണാനും ഒരു മാർഗവും ഇല്ലെങ്കിൽ മാത്രം നിയമത്തിന്റെ വഴിയെ സഞ്ചരിക്കാനും എന്നുള്ളതാണ്. അല്ലാതെ എല്ലാ കാര്യത്തിനും നിയമത്തിന്റെ അതിപ്പോ ഞാനിപ്പോ പറയുമ്പോൾ അത് തെറ്റായിട്ട് ആരും വിചാരിക്കരുത്. സ്ത്രീകൾക്കെതിരെയുള്ളൊരു പരാമർശമായിട്ടും വിചാരിക്കരുത്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ബാധകമായ ഒരു നിയമമാണ്. കാരണം അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഈ സ്ത്രീധന പീഡന കേസുകൾ എടുക്കുമ്പോൾ എല്ലാ കേസിലും ഒരു പ്രതി അമ്മായിയമ്മയോ സഹോദരിയോ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഇത് സ്ത്രീ സമൂഹത്തിനെതിരെയുള്ള ഒരു കുറ്റകൃത്യമല്ല. അങ്ങനെ അതിനെ ബ്രാൻഡ് ചെയ്യുകയും ചെയ്യാൻ പാടില്ല. അത് മിക്ക കേസുകൾ എടുക്കുമ്പോഴും ഒരു സ്ത്രീ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഇപ്പൊ സ്ത്രീധനത്തിന്റെ കാര്യം പറയുമ്പോഴും അമ്മായിയമ്മ പലർക്കും നമ്മൾ കാണുമ്പോൾ പലരും പറയുന്നത് ചേട്ടൻ പാവമാ, ചേട്ടന്റെ അമ്മയാ ബുദ്ധിമുട്ട് അങ്ങ് പറയാറുണ്ട്. അപ്പൊ ഇത് സ്ത്രീകൾക്കെതിരെയുള്ള പുരുഷന്റെ ഒരു അക്രമമായിട്ടാണോ നമ്മൾ കാണേണ്ടത്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ഇതായിട്ടാണോ? പിന്നെ ഈ പറയുന്ന രീതികളിലും വ്യത്യാസമുണ്ട്. ഇപ്പം പലപ്പോഴും ഞാൻ നടത്തിയ ഒരു കേസിൽ, ഒരു ഫാമിലി കേസിൽ, അപ്പോൾ അവർ തമ്മിൽ ഡിവോഴ്സിനായിട്ടാണ് വന്നത് പെൺകുട്ടി. അപ്പം എനിക്ക് കണ്ടിട്ടതൊരു ന്യായമായി തോന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, മറ്റേ ചെറുക്കൻ്റെ വക്കീൽ എനിക്ക് പരിചയമുള്ളായിരുന്നു. അപ്പോൾ അയാളെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു, സാർ എനിക്കും അത് തോന്നുന്നില്ല. അപ്പോൾ അയാൾ നല്ല അഭിഭാഷകനായിരുന്നുകൊണ്ട് അയാൾ പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ അവനെ അങ്ങോട്ട് വിടാം, നിങ്ങൾ രണ്ടുപേരോട് സംസാരിക്കാം. അപ്പോൾ അവരെ രണ്ടുപേരും ഞാൻ വിളിച്ചിരുത്തി ഞാൻ അവിടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ഇവരുടെ ഇൻട്രാക്ഷൻ കണ്ടപ്പോൾ തന്നെ ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവരുടെ അടുത്ത് എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പം ഒരു പ്രശ്നമില്ല, ആർക്കും സ്ത്രീധനത്തിന്റെ പ്രശ്നമില്ല, ഒരു കാര്യമില്ല. ഇഷ്യൂ എന്ന് പറയുമ്പോൾ അവര് രാവിലെ അവർക്കൊരു കടയുണ്ടായിരുന്നു, ഇയാൾ ഗൾഫിലാണ്, കട ഇട്ട് കൊടുത്തു. ഇവർ രാവിലെ 9 മണിയാകുമ്പോൾ കടയ്ക്ക് പോകും, തിരിച്ച് രാത്രി 7 മണിക്ക് തിരികെ വരും. തിരികെ വന്നിട്ട് കുളിക്കുന്നു, ആഹാരം കഴിക്കുന്നു, അമ്മായിയമ്മയായിട്ട് വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. വളരെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് വന്നത്, കടയടച്ചു. അപ്പോൾ 24 മണിക്കൂർ അമ്മായിയമ്മയും മരുമകളോട് ഒരു വീട്ടിലായി. ഈ കോൺഫ്ലിക്റ്റ് ഇങ്ങനെ ഉണ്ടായി. അപ്പം അയാൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ ആരുടെ കൂടെ നിൽക്കണം സാർ? അമ്മയുടെ കൂടെ നിൽക്കണോ, ഭാര്യയുടെ കൂടെ നിൽക്കണം? ഇതാണ് ഇഷ്യൂ. അപ്പം അത് പറഞ്ഞ് സെറ്റിൽ ചെയ്ത് അവരെയും പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പ്രശ്നം തീർന്നു. ഇപ്പൊ പലപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് ആണ്. അതിനെ ഇപ്പം അഭിഭാഷകരെ മൊത്തത്തിൽ കുറ്റം പറയാൻ പാടില്ലെങ്കിലും കുറച്ച് പേരെങ്കിലും നമ്മളിപ്പോൾ ഒരു പരാതിയായിട്ട് വരുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കടലാസ് എഴുതിയിടും. അതിനകത്ത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഭർത്താവിനെയും ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും ഒക്കെ അങ്ങ് മോശം എഴുതും. തിരിച്ചാണെങ്കിൽ തിരിച്ചും ചെയ്യും. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എന്ത് ഒരു എന്താ പറയാ, ഒരു കോളിലൊക്കെ സൃഷ്ടിക്കുന്ന ഒരു കേസാണെങ്കിലും ഒരുപക്ഷെ അതിന്റെ പേര് അവസാനം എത്തുന്നത് മോഹനൻ സാറിലാണ്. അത്രയും വിശ്വാസമാണ് എനിക്ക് തോന്നുന്നു സാറിൽ അർപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് കേസ് ഇപ്പൊ അല്ലേ, ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പത്തെ ഈ പറയും പോലെ പോലീസ് തന്നെ കൊന്ന കേസ് അല്ലെ, ആഡ് ആന്റണി കേസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് വിദേശ വനിതാ കേസ് പറഞ്ഞു. വിജുരാധാകൃഷ്ണൻ, എനിക്ക് സോളാർ കേസിൽ അത് 2 കുട്ടികളുടെ വളരെയധികം എനിക്ക് തോന്നുന്നു ആളുകൾക്ക് കുറെ വിഷമം കൂടിയ കുട്ടികൾ വന്നതുകൊണ്ട് ഇതെല്ലാം കടന്ന് ഇപ്പൊ ഒരു പക്ഷെ നമ്മൾ അവസാനം നമ്മൾ ആലുവ കേസിലും വന്ന് നിൽക്കുവാണ്. ഇതിനിടയിൽ ഏറ്റെടുക്കാൻ പറ്റാതെ പോയ കേസുകൾ പിന്നീട് തോന്നിയിട്ടുണ്ടോ അത് ഏറ്റെടുക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അതിലൂടെ വല്ല മാറ്റങ്ങൾ സംഭവിച്ചതാണ്? ഇല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഈ ഓരോ കേസും ഏറ്റെടുക്കുമ്പോൾ ഇതൊരു നിയോഗമാണ്. ആ കാര്യം ഓരോ ധാന്യത്തിലും നിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെ ഓരോ കേസും ഞാൻ ഏറ്റെടുക്കേണ്ടി വരുന്നത് ഞാൻ തന്നെ നടക്കാനും അത് വേറെ ഒരാളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണെങ്കിലും അത് അവസാനം എങ്ങനെങ്കിലും കറങ്ങി തിരിഞ്ഞ് എന്നിലേക്ക് വന്നു ചേരും. അപ്പൊ അതുപോലെ എല്ലാ കേസിലും ഏത് കേസ് വന്നാലും ഞാൻ കുറച്ച് അലൂഫാണ്. കാരണം ഇത് ഞാൻ അങ്ങനെ എനിക്കൊരു ഇന്നൊരു കേസ് നടത്തണം എന്ന് അങ്ങനെ തോന്നാറേ ഇല്ല. പക്ഷെ നടത്തിയതിന് ശേഷം ഇത് നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു നഷ്ടമായി പോയേനെ എന്ന് തോന്നുന്ന കേസുകളുണ്ട്. ഇപ്പൊ ഉത്തര കേസ് നടത്തിയില്ലായിരുന്നെങ്കിൽ അതെന്റെ ജീവിതത്തിലെ ഒരു വലിയ നഷ്ടം, അഭിഭാഷണം എന്നുള്ളത്. നമ്മുടെ ഇറ്റാലിയൻ നാവികരുടെ കേസ്, നമുക്കത് ഇവിടുന്ന് അങ്ങ് പോയി ആ കേസ് അല്ലെ, അത് ചില സാഹചര്യങ്ങൾ ഈ 12 നോട്ടിക്കൽ ആ ഒരു പ്രശ്നം വന്ന് കാരണം അല്ല, അതുകൊണ്ടല്ല, അതിനൊരു ഇഷ്യൂ ഇവിടെ എന്ന് വെച്ചാൽ ആ കേസിൽ നമ്മുടെ ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തതിന് ശേഷം അവര് സുപ്രീം കോടതിയിലൊരു
സ്റ്റേ ഉണ്ടാക്കി. അപ്പോൾ സ്റ്റേ ഉണ്ടാക്കിയിട്ട് അതവിടെ കിടന്നുപോയി. അപ്പം എന്നിട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അതിനകത്ത് നമുക്ക് മനസ്സിലാവാത്ത കുറെ കാര്യങ്ങൾ, മനസ്സിലാവാത്ത ഇൻ ദ സെൻസ് 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള തർക്കമായി മാറി. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഈ നീതിയുടെ കാര്യങ്ങൾ, പിന്നെ അവർ ഇതിനകത്ത് വിക്ടിംസിനെല്ലാം അഡിക്വേറ്റ്ലി കോമ്പൻസേറ്റ് ചെയ്തു. പക്ഷേ അതിനകത്തൊരു സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ കേരള പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രം ഇറ്റാലിയൻ ഗവൺമെന്റ് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ലോ ഫേംസിലും കൊണ്ട് കാണിച്ചു. അവരെല്ലാം പറഞ്ഞത് പെർഫെക്റ്റ് ചാർജ് എന്ന് പറഞ്ഞു. ഓക്കെ, അതിലൂടെ നമുക്ക് പിന്നീട് എന്തെങ്കിലും ഒരു ഗുണം ചെയ്തിട്ടുണ്ടോ ശരിക്കും ഇത്തരത്തിലുള്ള ഒരു പക്ഷേ കടലുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ? കടലുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇത്തരം ഇതിനകത്ത്, അതായത് ഒരു ഫ്ലാഗ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെതായിട്ടുള്ള ഒരു ഷിപ്പ് പോകുമ്പം അവർ റെക്ലെസ് ആയിരുന്നു പലപ്പോഴും. അപ്പോൾ അവർക്ക് ഈ ഒരു കേസ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തേണ്ടതാണ് എന്നുള്ള. ഇപ്പം ഏറ്റവും രസകരമായ സംഗതി, ഞാൻ ഈ നേവിയിൽ ഈ കേസിന് ശേഷം ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ നേവിയിലെ ഓഫീസേഴ്സ് എന്ന് പറയുന്നത് ഒരു സബ്മറൈൻസിന്റെ ക്യാപ്റ്റൻസ്, ഷിപ്പിലെ ക്യാപ്റ്റൻസ്, അങ്ങനെ ഹൈ ലെവൽ ഓഫീസേഴ്സ്. അപ്പം നമ്മൾ ഞാനപ്പോൾ ഒരു വ്യൂ ഞാൻ പറയില്ല, ഞാൻ ഫാക്ട് പറഞ്ഞിട്ട് ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം. അപ്പോൾ അത് ഒരു ഘട്ടം കഴിയുമ്പം അവർ രണ്ടാവും. കുറെ ആളുകൾ ഇന്ത്യൻസ് ആവും, കുറെ ആളുകൾ മറൈൻസ് ആവും. അപ്പൊ മറൈൻസ് ആവുമ്പോൾ അവര് പറയുന്നത് നാളെ ഞാനും ഒരു എസ്കോട്ട് പോകുമ്പോൾ എനിക്ക് സംഭവിക്കാവുന്നതല്ലേ, അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഷുഡ് ബി. ഇന്ത്യക്കാരായിട്ടുള്ളവർ പറയുന്നു കാര്യം, ഇന്ത്യയിലെ വന്നിട്ട് ഇന്ത്യയുടെ സമുദ്രാതിർത്തി ലംഘിച്ചിട്ട് വെടിവെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് സാധ്യമല്ല. അപ്പൊ ഇതിനകത്ത് എല്ലാ കുറ്റകൃത്യങ്ങൾക്കും ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇപ്പോ സാറ് എനിക്ക് തോന്നുന്നു ഒരു 90 കാലഘട്ടം മുതൽ തുടങ്ങിയതല്ലേ? 94 തുടങ്ങി. അച്ഛനൊരു പ്രശസ്തനായ അഭിഭാഷകനായിരുന്നു, തേവള്ളിയാണ് അല്ലേ? എങ്ങനെയാണ് ആ വർഷം മുതൽ ഇന്ന് വരെയുള്ള ഈ ഒരു അഭിഭാഷകൻ എന്നുള്ള ഒരു ജീവിതത്തെ കുറിച്ച് എന്താണ് തോന്നുന്നത്? ഞാൻ ജനിക്കുമ്പം അഭിഭാഷകന്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. അച്ഛൻ വളരെ പ്രമുഖനായ അഭിഭാഷകനായിരുന്നു. അപ്പം അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആദരവും സമൂഹത്തിന്റെ ഒരു റെസ്പോൺസും എല്ലാം ഓഫ് കോഴ്സ്, അപ്പം അതിന്റെ ഒരു ബെനിഫിറ്റ് എൻജോയ് ചെയ്തിട്ടുള്ള അഭിഭാഷകന്റെ വില അല്ലെങ്കിൽ എന്താണെന്നുള്ള എൻജോയ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് 24 വയസ്സുള്ളപ്പോൾ ഞാൻ അഭിഭാഷകനായി 6-ാം മാസം അച്ഛൻ മരിച്ചു. അപ്പോൾ ഒരു അച്ഛന്റെ ഒരു ലെഗസി, അച്ഛനോടൊപ്പം നിന്ന് അത് ഫ്രൂട്ട്ഫുള്ളായിട്ട് എടുക്കാൻ എനിക്കൊരു പക്ഷേ സാധിച്ചില്ല എന്ന് പറയേണ്ടി വരും. പക്ഷെ അതിനുശേഷം ഒരു ഫൈറ്റിന്റെ കാലമായിരുന്നു. അപ്പം ശരിക്കും ഒരു അഭിഭാഷകനായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അഭിഭാഷകന്റെ മോനാണെങ്കിൽ ഒരു കേക്കുവാണെന്ന്. ഒരിക്കലും അല്ല. നമ്മുടെ ലൈം ലൈറ്റിൽ നിൽക്കുന്നത് ഇപ്പൊ കൊല്ലം ബാറിലെയും കേരളത്തിലെ വിവിധ ബാറിലെയും ചെറുപ്പക്കാരായിട്ടുള്ള അഭിഭാഷകരാരും അങ്ങനെ അഭിഭാഷകരുടെ മക്കളായിട്ടല്ല ഉയർന്നു വരുന്നത്, അവരുടെ കഠിന പ്രയത്നം കൊണ്ട് മാത്രം ഉയർന്നു വരുന്നത്. ഞാൻ ഇട്ട ഒരു എഫേർട്ടും ഇൻപുട്ടും ഒരുപക്ഷെ എനിക്ക് തിരിച്ചു തന്നതായിട്ടാണ്. അപ്പം ഇതിന്റെ ഓരോ മൊമെന്റും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് അഭിഭാഷകം എന്നുള്ളത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വളരെ ടെൻസ്ഡ് ആയിട്ടുള്ളൊരു ലൈഫാണ്. ഇപ്പം നമ്മൾ കളിക്കുന്നത് ജീവിതങ്ങൾ കൊണ്ടാണ്. അപ്പം അത് തീരുമാനങ്ങൾ തെറ്റാവാൻ പാടില്ല. ഇപ്പം ഉദാഹരണമായിട്ട് ഞാൻ വളരെ അഗ്രസീവായ ഒരു പ്രോസിക്യൂട്ടർ എന്നുള്ളതാണ്. പക്ഷെ പ്രതിഭാഗം കേസുകൾ നടത്തിയിട്ടാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു മുന്നോട്ട് പോകും. അപ്പം തീരുമാനങ്ങൾ തെറ്റാ. അപ്പം ഡിഫൻസിൽ ആ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല, കാരണം നമ്മൾ ഡിഫെൻഡ് ചെയ്യുകയാണ്. പ്രോസിക്യൂഷനിൽ ഈ പ്രതി നിരപരാധിയാണ് എങ്കിൽ നമ്മുടെ അഗ്രസീവ്നെസ് തെറ്റാണ്. അപ്പോൾ അത് തിരിച്ചറിയാം. അപ്പം പലപ്പോഴും എനിക്ക് സ്വയം എങ്കിലും ബോധ്യപ്പെടണം, അതായത് ഇവനാണ് പ്രതി എന്നുള്ളത് 100% ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക്. അപ്പോൾ അല്ലാത്ത കേസുകളിൽ ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയോഗിച്ചതിന് ശേഷം ഞാൻ ഉപേക്ഷിച്ച കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഏതെങ്കിലും, ചിലപ്പോൾ അയാൾ തന്നെ ആയിരിക്കും, പക്ഷെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എനിക്കൊരു സംശയം ഇത് തന്നെയാണോ. അപ്പൊ അത് ചില അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ട് പങ്കുവെക്കുമ്പോൾ അവർക്കും ഒരു സംശയം വരുമ്പോൾ പിന്നെ അതിനകത്ത് ഒരു ന്യായമില്ല എന്നൊരു തോന്നലുകൊണ്ട് ഞാൻ ഒഴിവായിട്ടുണ്ട്. ചില സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല അഭിഭാഷകരൊക്കെ വന്നിട്ട് അത് ശരിയല്ല, തെറ്റാണ്, അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വാദിക്കുന്ന ചില രംഗങ്ങൾ നമ്മൾ കണ്ടിട്ട് സിനിമയിലല്ല ജീവിതത്തിലും ഉണ്ട്. കാരണം നമ്മുടെ എല്ലാ കേസുകളിലും പറ്റിയെന്ന് വരില്ല, പക്ഷെ ചില പ്രോസിക്യൂട്ടേഴ്സ് കേരളത്തിൽ ഇപ്പോഴും അങ്ങനത്തെ ഉള്ള പ്രോസിക്യൂട്ടേഴ്സ് ഉണ്ട്. ഞാൻ പെട്ടെന്ന് കേട്ടിട്ടുള്ള ദിനകർ എന്ന് പറഞ്ഞിട്ടൊരു ജഡ്ജ് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം കേരളത്തിൽ തമിഴ്നാട്ടുകാരനാണ്. അപ്പൊ അദ്ദേഹം തമിഴ്നാട്ടിൽ പ്രോസിക്യൂട്ടറായിരുന്നു. അദ്ദേഹം ഈ അപ്പീൽ വരുമ്പോൾ അദ്ദേഹം മറ്റൊരു കൈ കാണിച്ചിട്ട് എഴുന്നേറ്റ് എന്ന് പറയുമായിരുന്നാണ് പറഞ്ഞത്, ഈ കേസിലെ കൺവിക്ഷൻ ശരിയല്ല, അത് സർക്കാരിന്റെ ഭാഗം. പക്ഷെ അത്
അതാണ് നന്മയെങ്കിലും അതിനെ ഇപ്പോൾ പ്രസന്റ് സമൂഹം അതിനെ ഫെയിലുവറായിട്ടേ കാണും. ഓക്കെ. അത്രയൊരു മഗ്നാനിമിറ്റിയോട് കൂടി കാണാൻ ഒരു അത് എങ്ങനെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കേസിൽ പ്രോസിക്യൂട്ടർ എഴുന്നേറ്റ് എന്ന് പറയുകയാണ് ഈ കേസിലെ കൺവിക്ഷൻ ശരിയല്ല എന്ന് പറഞ്ഞാൽ വിക്ടിംസിന്റെ ബന്ധുക്കൾ പറയുന്ന അയാൾ കാശ് വാങ്ങിച്ചിട്ട് ഇതൊന്നും അല്ലെങ്കിൽ അപ്പൊ അയാളുടെ അഭിഭാഷക വൃത്തിയിലെ ഒരു അന്തസ്സും ഉത്തമ വിശ്വാസം കൊണ്ടാണ് അയാൾ പറഞ്ഞത് എന്ന് ഇപ്പോ അത് അംഗീകരിക്കാൻ തയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സോഷ്യൽ മീഡിയയുടെ വളർച്ചയും ഒക്കെ ആയതോടുകൂടി ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. ഇത് ശരിക്കും നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു വാദപ്രതിവാദം തന്നെയാണോ കോടതിയിൽ നടക്കുക? സിനിമയിലും സിനിമാറ്റിക് ആവുക എന്ന് പറയും. വാദപ്രതിവാദം എപ്പോഴും സിനിമാറ്റിക് ആവുമ്പം അത് അതിന്റെ കൺവേയിങ് കപ്പാസിറ്റിയിലാണ് അവർ നിൽക്കുന്നത്. ഒരിക്കലും അത് യാഥാർത്ഥ്യവുമായിട്ട് ഒത്തുചേർന്ന ഒരുപാട്. പക്ഷെ ഇപ്പോൾ റിയലിസ്റ്റിക് ആയിട്ട് പലതും വരുന്നുണ്ട്. പക്ഷെ എങ്കിലും 100% നീതി പുലർത്തി കോടതി നടപടികൾ ഒരു സിനിമയിലും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ അത് ഭയങ്കര വിരസമായി പോകും. സിനിമാറ്റിക് ആവുമ്പം ഓരോ മൊമെന്റും ലാഗ് ഇല്ലാതെ എടുക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ ശരിക്കും കാരണം ഈ കോടതിയുടെ അകമൊക്കെ കണ്ടിട്ടില്ലാത്തവരുടെ എല്ലാം ഒരു കോടതിയും ഒരു പക്ഷെ ഒരു കൊലപാതകത്തിന്റെ വിസ്താരവും എന്നൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാം ഒരു സിനിമയാണ് അല്ലേ, അതുപോലെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അത് എന്റെ ഒരു ഇഷ്യൂ. ഈ സാക്ഷികളും എല്ലാവരും വരുമ്പോഴും സീരിയലും സിനിമയാണ് അവരെ നയിക്കുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് കയ്യിലൊരു കുട്ടോടിയുള്ള ഒരു ജഡ്ജിനെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പം അങ്ങനെ അത് ഗാവൽ എന്നാണ് പറയുന്നത്. ഗാവൽ എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഇവിടെ ഇല്ലാതായി. അപ്പം ഗാവൽ കണ്ടിട്ടില്ലാത്ത ആളുകളാണ് ഒരുപാട് ആളുകൾ. പക്ഷെ അതിപ്പോഴും അത് ഓർഡർ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ അത് ഇതില്ലെങ്കിൽ ആളുകൾക്കത് കൺവേ ചെയ്യില്ല. ഇപ്പം കോടതി പോയിട്ടുള്ള ഇപ്പം നമ്മള് ഇത്രയും വലിയ ജനങ്ങളിൽ അതിന്റെ ഒരു 1% പോലും കോടതി കയറിയിട്ടുണ്ടാവില്ല. അവർക്കിത് അറിയില്ല. പിന്നെ അതുപോലെ ഈ ചുമന്ന ഒരു ഇതുള്ള ജഡ്ജാണ് ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ഞാനൊരു സീനിയർ ലോയറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ടിട്ടില്ല. പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലും അത് ഉണ്ടായിട്ടില്ല. ഈ വിഗൊക്കെ വെക്കുന്നത് ബ്രിട്ടനില് ഇവിടെ ഉണ്ടായിട്ടില്ല, നമ്മുടെ ഇന്ത്യയിലല്ല. ഓക്കെ. സാറിന് ഇപ്പൊ ഈ പറയും പോലെ നമ്മുടെ കല്ലുവാതുക്കൽ മദ്യ ദുരന്ത കേസിൽ നമ്മള് ഇവിടെ നടന്നു, ഹൈക്കോടതി നടന്നു, പക്ഷെ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നു അല്ലെ? അത് അപൂർവമായിരുന്നില്ലേ? അത് അപൂർവമായിരുന്നു. പറഞ്ഞ പോലെ ജീവിതത്തിലെ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അതായിരിക്കും. കാരണം കൊല്ലം ജില്ലാ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സുപ്രീം കോടതിയിൽ പോകാനും അവിടെ വാതിറക്കാനും കഴിയുമെന്ന് നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അപ്പം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞാനവിടെ പോയി. ഞാനവിടെ ചെന്നു, വാദം പറഞ്ഞു, കോടതി സഹായിച്ചു. അപ്പോൾ കോടതി അതിനുശേഷം എന്നെ പ്രത്യേകമായി അഭിനന്ദിച്ചു. ഒരു സുപ്രീം കോടതി മാത്രമല്ല ജഡ്ജ്മെന്റിൽ എന്നെ പറ്റി എഴുതുകയും ചെയ്തു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ചെറിയ ജീവിതം, ഇപ്പം നമ്മളെല്ലാം മീഡിയോക്കർ ആയിട്ടുള്ള ആളുകളാണ്, വളരെ അതീവ ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ബുദ്ധിയാണ്. അല്ലെങ്കിൽ നമ്മൾ അപ്പീൽ അപ്പൊ അത് സംശയം വന്നപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് പറ്റി. ആ എക്സ്പ്ലനേഷൻ കോടതിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കോടതി നമ്മളടുത്ത് കാണിച്ച ഒരു സമീപനവും നമുക്കൊരു ശരിക്കും ഒരു അവിടെ കിട്ടിയ സുപ്രീം കോടതിയിൽ എനിക്ക് അന്ന് കിട്ടിയ അത് സീനിയർ അഭിഭാഷകരായാലും അവരെല്ലാം തന്ന ഒരു അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നതുല്യമായ ഒരു സംഗതി, നമ്മളൊരു ഡ്രീം കം ട്രൂ എന്ന് പറഞ്ഞ ഒരു സംഗതിയാണ്. ആ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം ആ അവസാനത്തെ ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഏറ്റവും അവസാനം വാദം കഴിഞ്ഞ ശേഷം മിസ്റ്റർ മോഹൻരാജ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ എന്നെ കോടതി, അത് സുപ്രീം കോടതിയിലാണ്, അതും പറഞ്ഞ സിർപുർക്കർ എന്ന് പറഞ്ഞൊരു ജഡ്ജാണ്. അപ്പൊ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ വളരെ റെപ്യൂട്ടേഷൻ ഉള്ള ജഡ്ജാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കോടതിയിൽ നിന്നും അങ്ങനെ ഒരു ഇത് കിട്ടുക എന്ന് പറയുന്നത് ഒരു വലിയ. സർ, എന്താ പറയാ, ഇതുവരെ വായിച്ചുള്ള കേസുകൾ നോക്കുമ്പോൾ എതിർഭാഗം വളരെ ശക്തമായിട്ടുള്ള അഡ്വക്കേറ്റ്സ് തന്നെ ആയിരുന്നിരിക്കാം പലതിലും. പക്ഷെ അവർക്കെല്ലാം എതിരെ ഇപ്പോഴത്തെ ഒരു പക്ഷേ നീതി കിട്ടേണ്ട ഭാഗം തന്നെയാണ്. ഇന്നും ഒരു പക്ഷേ കുറ്റവാളിക്ക് ഒരു പേടി സ്വപ്നമാവാം. മോഹൻരാജ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ശിക്ഷ ഉറപ്പാണോ? അങ്ങനൊന്നുമില്ല. കാരണം അത് ഇപ്പൊ ഞാനിപ്പോ സ്വയം ഇപ്പം നിങ്ങളിത് പറയുമ്പോഴും അങ്ങനെ ഭയങ്കര ഒരു സ്വയം ഒരു എലിവേറ്റ് ചെയ്ത് നിൽക്കാനൊന്നും തയ്യാറല്ല. കാരണം ഇത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ അന്വേഷണം കൊണ്ടും അത് കേൾക്കുന്ന ജഡ്ജിമാരുടെ ഒരു
അവർക്ക് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു രീതി കൊണ്ടും അതിൽ ഞാനൊരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇത് എൻ്റെ ഒരു സ്വകാര്യ വിജയമായിട്ടോ അല്ല ഞാൻ മാത്രം നയിക്കുന്ന ഒരു യുദ്ധമായിട്ടോ ഒരിക്കലും കാണാൻ പക്ഷെ പാടില്ല. പലരും പറയാറുണ്ട് ഒരു നല്ല മിടുക്കനായ ഒരു സമർത്ഥനായ ഒരു വക്കീലുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അതൊക്കെ പഴയ കഥകളാണ്. അതൊക്കെ നമുക്ക് വെറുതെ ഇപ്പൊ രക്ഷപ്പെടത്തില്ല എന്ന് രക്ഷപ്പെടത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വരുന്നു, എന്നെ കോയിലും മിടുക്കരായിട്ടുള്ള എത്രയോ അഭിഭാഷകർ കേരളത്തിലുണ്ട്. അപ്പം ആ കേസിന്റെ ഫാക്റ്റില് ആ ഒരു പ്രത്യേക സാഹചര്യം, അപ്പൊ എന്റെ മിടുക്കോ അല്ലെങ്കിൽ എതിർഭാഗം വക്കീലിന്റെ മിടുക്കോ അല്ല, ആ കേസിന്റെ വസ്തുതകളിൽ മാത്രമാണ് വിജയവും പരാജയവും ഉണ്ടാകുന്നത്. ഇപ്പം ഇപ്പം അവരാരെങ്കിലും ആണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വരുന്നെങ്കിലും ഇത് പിന്നെ ആകെ ഒരു വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്ന എഫേർട്ടും ഞാനത് പ്രസന്റ് ചെയ്യുന്ന രീതിയും കോടതികൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ അത് താല്പര്യം ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിലല്ല, അല്ലാതെ ഇതൊരു സ്വകാര്യമായ വിജയമായിട്ടോ സ്വയം ഇത് മോഹൻരാജിന്റെ വിജയം എന്ന് ഇപ്പൊ ഈ അലോ കേസ് കഴിഞ്ഞപ്പോൾ അങ്ങനെ കുറെ വാർത്തകളൊക്കെ വന്നു. പക്ഷെ ഞാനത് ഓണപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. അത് വ്യക്തിപരമായ ഒരു വിജയമേ അല്ല, ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഇപ്പൊ അങ്ങനെ വരുവാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതെന്ന് വെച്ചാൽ എന്റെ അറിവോടുകൂടി വരുന്നതല്ല. അപ്പൊ അത് ഓരോരുത്തർക്ക് അപ്പൊ അവര് വിചാരിക്കുന്നു ഇപ്പൊ ഇയാൾ 4-5 കേസ് ഒരുമിച്ച് വിജയിച്ചു, അവരുടെ വീട്ടുകാരെല്ലാം വളരെ ഹാപ്പിയാണ്, അപ്പൊ അവരങ്ങനെ അഭിപ്രായം പറയുന്നു. അവരുടെയൊക്കെ പലപ്പോഴും ഇത്തരം വിജയം കൈവരിക്കുമ്പോൾ അവരുടെ ആ ഒരു കുടുംബത്തിന് കാണുമ്പോൾ എന്താ തോന്നുന്നത്? അതൊരു ഭയങ്കര ഒരു സന്തോഷമുള്ള സാധനം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഉത്തരയുടെ കുടുംബം, വിസ്മയുടെ കുടുംബം, ഇൽസെ അതായത് വിദേശ അപ്പൊ അവരെല്ലാവരും ഇപ്പോഴും എന്നോട് കാണിക്കുന്ന ഒരു സ്നേഹം. ഇപ്പം വിസ്മയുടെ ബ്രദർ ഷിപ്പിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം ആദ്യം വന്നത് എന്നെ കാണാനാണ്. അപ്പൊ അവരുടെ ഒരു കുടുംബാംഗം പോലെയോ ഒക്കെ കാണുന്നു. അതൊരു വലിയ സ്നേഹമുള്ള കാര്യമാണ്. അതുപോലെ കല്ലുവാതക്കൽ മദ്യത്തിന്റെ കേസിലെ ഇപ്പോഴും തളർന്നു കിടക്കുന്ന ശശിധരനുണ്ട്. ശശിധരൻ ഇപ്പോഴും എന്നെ വിളിക്കാറുണ്ട്. അപ്പം പക്ഷെ അയാൾക്ക് കാശ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു കാര്യം. ആരെങ്കിലും കാശ് അടച്ചാൽ മാത്രമേ അതിൽ നിന്നൊരു വിഹിതം അയാൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റൂ. അത് കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അയാളെ വിളിക്കാറുണ്ട്. അപ്പോൾ അത് അവരുടെയൊക്കെ ഒരു സ്നേഹം തീർച്ചയായിട്ടും അത് വലിയ. ഒരു ചോദ്യം കൂടെ എനിക്ക് അവസാനമായിട്ട്, ഇത്രയും പ്രശസ്തമായ കേസുകൾ കൈകാര്യം ചെയ്തു, അതിൽ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന വിധി തന്നെ നേടിത്തരാനും സാധിച്ചു. നമ്മളെല്ലാം എടുത്ത് കേൾക്കുന്ന വലിയൊരു വാർത്തയാണ് നടി ആക്രമണം. ഇത്തരം കേസസ് സാറിനെ തേടി എത്തിയിരുന്നു? അല്ല, അതിപ്പം വിചാരണയിലിരിക്കുന്ന കേസായതുകൊണ്ട് അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. പക്ഷെ അതിന്റെ ചർച്ചകളിൽ തീർച്ചയായിട്ടും ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഞാനിപ്പോ പറയുന്നില്ല. തീർച്ചയായിട്ടും. ഓക്കെ, എങ്കിലും ഇനിയും ഒരുപക്ഷെ സാറിലൂടെ നീതി കിട്ടാൻ ഒരുപാട് പേരുണ്ടാവാം. അല്ല, അപ്പൊ ഇനി അങ്ങനെയുള്ള പിന്നെ ബുദ്ധിമുട്ടുണ്ടോ, ആർക്കും വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നില്ലേ? കുറച്ചുകൂടെ എപ്പോഴും കേസ് കഴിയുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണ്. അതെ, പക്ഷേ എങ്കിലും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില സംഭവമാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയുക അതാണ്. കാരണം നീതിയുടെ കാവലാളായി സാറിനെ പോലുള്ളവരുള്ളത് കൊണ്ടാവാം നമുക്ക് കുറേയെങ്കിലും ഒക്കെ ഒരു ആശ്വാസമായി നിൽക്കുന്നത്. ഇത്രയും വർഷത്തെ ഈ ഒരു സേവനത്തിൽ നിൽക്കുമ്പോൾ, ഒരു അഡ്വക്കേറ്റായി നിൽക്കുമ്പോൾ എന്ത് തോന്നി നമ്മളെ ശ്രോതാക്കളുടെ അവസാനമായി? എന്താണ് ഈ ഒരു 75 വർഷം, ഭരണഘടനയുടെ 75 വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്ത് തോന്നുന്നു, എന്ത് പറയുന്നു നമ്മുടെ ശ്രോതാക്കൾ? ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കും വ്യക്തി എന്നുള്ള നിലയ്ക്കും ഭാരതത്തിൽ ജനിച്ച് ഒരു ഭാരതീയനായി ജീവിക്കാൻ കഴിയുന്നതിൽ കാര്യം അത് വിവിധ രാജ്യങ്ങളിലെ സംസ്കാരവും നിയമവും ഒക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയുടെയും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ഒരു ശക്തിയും അതിൻ്റെ വിശാലതയും ഒക്കെ എന്നെ അഭിമാനം കൊള്ളിക്കുന്നത്. ഇതൊരു വെറും വാക്ക് പറയുന്നതല്ല. അത് വളരെ ശക്തിയാർന്ന ഒരു ജുഡീഷ്യൽ സിസ്റ്റവും പാർലമെൻ്ററി സിസ്റ്റവും നമുക്കുണ്ട്. അപ്പം നമ്മളതിൻ്റെ മോശവശങ്ങളെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ഒരു ഭാരതീയൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ ഈ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ജുഡീഷ്യറിയെ ആയാലും രാഷ്ട്രീയക്കാരെ ആയാലും എക്സിക്യൂട്ടീവിനെ ആയാലും നമുക്ക് വിമർശിക്കാനുള്ള നമ്മുടെ അവകാശം, ഇതൊക്കെ ഈ രാജ്യത്തല്ലാതെ വരെ ഇവിടെ കിട്ടും. അപ്പം ഈ റിപ്പബ്ലിക് ദിനം നമുക്ക് നൽകുന്ന ഒരു അഭിമാനമുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്കും വ്യക്തി എന്നുള്ള നിലയ്ക്കും ഈ സംവിധാനത്തോടുള്ള
ഇന്ത്യൻ ഭരണഘടനയോടുള്ള നമ്മുടെ ആദരവും സ്നേഹവുമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. കാരണം ശ്രോതാക്കൾ ഇത്ര നേരം കേട്ടുകൊണ്ട് നമ്മൾ അഡ്വക്കേറ്റ് മോഹൻരാജ് സാറിനെ നമുക്കറിയാം, പ്രശസ്തമായ കേസുകൾ കൈകാര്യം ചെയ്ത ഉത്തര കേസ്, വിസ്മയ കേസ്, അതുപോലെ കല്ലുവാതുക്കൽ മദ്യദുരന്ത കേസിൽ കൂടെ തുടങ്ങി ഇന്ന് നമ്മുടെ ആലുവയിലെ കുഞ്ഞിന് നീതി നേടിക്കൊടുത്ത നമ്മുടെ പ്രശസ്തനായ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ മോഹൻരാജ് സാറിന് കമന്റ് റേഡിയോ ബെൻസിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ് ഇത്രയും നിമിഷം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിന്. അപ്പോൾ മോഹൻരാജ് സാറിനോടൊപ്പം പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി MS. നന്ദി ശ്രീലക്ഷ്മി.